കേൾക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ അഭിനന്ദനങ്ങള് വടക്കേ അമേരിക്കയിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഞാൻ അറിയിക്കുന്നു. ദൈവം ഒരു അവസരം കൂടെ നമുക്ക് പ്രദാനം ചെയ്തു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ആഴ്ച 9-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്, ആമുഖമായിട്ട് പറഞ്ഞത് ഞാൻ വീണ്ടും പറയണം. യേശുക്രിസ്തു തന്നെ അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ അത് കോട്ട് ചെയ്തവർ പറഞ്ഞു. ലൂക്കോസ് 12:54-56 നിങ്ങൾ കാലങ്ങളെയെല്ലാം ഗണിക്കുന്നു, എന്നാൽ സമയത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ വേദപുസ്തകം ശരിക്കും പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകവും ദാനിയേൽ പ്രവചനം പഠിക്കണം. ഹലോ, കേൾക്കാം, പറയും. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാല്, ഈ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസ്താവിച്ചതുപോലെ യേശുക്രിസ്തു ഏത് സമയം വരാം, ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ വരാം. എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ഏതാനും അതിന്റെ സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പ്രവചനങ്ങൾ പൂർത്തിയാകാനുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാല്, ഈ യൂറോപ്പിൽ നിന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന പോലെ മെഡിറ്ററേനിയൻ തീരത്തുനിന്നാണ് അന്തിക്രിസ്തു വരുന്നത്. യൂറോപ്യൻ യൂണിയന്, അമേരിക്കയായിരുന്നു ലോകത്തെയും യൂറോപ്പിനെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ട്രംപ് 2016 വന്നപ്പോൾ തന്നെ പറഞ്ഞു, നേറ്റോ സഖ്യം അവര് തുടങ്ങിയപ്പോൾ 2% അവരുടെ നാഷണൽ അതിന്റെ 2% ചെലവാക്കണമെന്ന് പറഞ്ഞുവെങ്കിലും അവര് മിക്കവാറും അത് ചെലവാക്കിയില്ല. അമേരിക്ക തന്നെയാണ് അതിന്റെ എല്ലാം വഹിച്ചത്, ചെലവുകൾ വഹിച്ചത്. ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ഇനി അത് നടക്കുകയില്ല എന്ന് 2-ാം പ്രാവശ്യം വന്നപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഉക്രൈനും നിങ്ങളുടെ അടുത്താണ്, യൂറോപ്പിലാണ്, ഞങ്ങൾക്ക് ഇവിടെ വളരെ അകലെയാണ്. നിങ്ങളാണ് അവിടെ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്ന് ട്രംപ് പറഞ്ഞതുകൊണ്ട് ഈ മിനിഞ്ഞാന്ന് ഇമ്മാനുവൽ മക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ യൂറോപ്പിന്റെ കാര്യങ്ങൾ നോക്കിയാലേ പറ്റൂ. അതുകൊണ്ട് ഈ പുതിയ ന്യൂക്ലിയർ വെപ്പൺസും എല്ലാം അവര് പ്രൊഡക്ഷൻ അനവധി വർദ്ധിപ്പിക്കുകയാണ് സ്വന്തമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അത്. യൂറോപ്പ് ബലം പ്രാപിച്ചു വരും. ഇപ്പം യൂറോപ്യൻ യൂണിയനിൽ 10-30 രാജ്യങ്ങളുണ്ട്. ഭാവിയിൽ അത് റീഅലൈൻമെന്റ് ചെയ്ത് 10 രാഷ്ട്രങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോഴത് പറയാൻ സാധിക്കുകയില്ല. അത് പെട്ടെന്നായിരിക്കും. സോവിയറ്റ് യൂണിയൻ തകർന്ന പോലെ ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ യൂറോപ്പ് അവര് ഒരുമിച്ച് ഈ ആഴ്ച തന്നെ അവരതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഭാവിയിൽ ഞാൻ നേരത്തെ പ്രസ്താവിച്ച പോലെ ക്ഷയിക്കും, യൂറോപ്പ് പ്രമുഖമായിട്ട് വരും. ഇത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകും. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അന്ന് യോഹന്നാൻ കണ്ട കാര്യം, കുതിര എന്ന് പറയുന്നതും പിന്നെ ഗന്ധകം, തീ എന്നൊക്കെ പറയുന്നത്, അന്ന് അഗ്നിപർവ്വതം മാത്രമേ ഉണ്ടാകുള്ളൂ ഗന്ധകവും തീയും ഒക്കെ വരുന്നത്. ഇപ്പം വന്നപ്പോ ന്യൂക്ലിയർ മിസൈല്, ഇപ്പൊ വേറെ ആയുധങ്ങള്, വെടിക്കോപ്പുകള്, കുതിരയ്ക്ക് പകരം ടാങ്കുകൾ ഒക്കെയാണ് പുതിയ ഇതായിട്ട് വരുന്നത്. അതേ സമയത്ത് കഴിഞ്ഞ ആഴ്ച വേറൊരു സംഭവം അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഈ ആത്മോദയം യുദ്ധത്തിൽ അവിടെ കാണുന്നുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകത്തില്, അവിടുത്തെ കുതിരയുടെ അവിടെ രക്തം, അവിടെ 200 മില്യൺ ആൾക്കാർ വന്നിട്ട് 4 അടി ചെല്ലുവാനും അവിടെ കുതിരയുടെ ബ്രൈഡിൽ വരെ രക്തം വരുമെന്ന് ആണല്ലോ എഴുതിയിരിക്കുന്നത്. അത് ആൾക്കാരുടെ. എനിവേ, കുതിരയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാല് അന്ന് ടാങ്കും ഒക്കെ ആയിരിക്കും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. യുക്രൈൻ യുദ്ധത്തില് ഈ റഷ്യക്കാര് ടാങ്കുമായിട്ട് വരുമ്പം യുക്രൈനിന്റെ ഡ്രോൺ ചെന്ന് അവരെ നശിപ്പിക്കുക. അതുകൊണ്ട് ഭയങ്കര നാശം വന്നപ്പോ അവര് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോ എനിക്ക് തമാശ തോന്നി. അവരിപ്പം കുതിരപ്പുറത്താണ് റഷ്യക്കാർ വന്ന് ഈ പലയിടത്തും യുദ്ധം ചെയ്യാൻ ടാക്ടിക് ചെയ്യുന്നത്. അപ്പം ഈ അവസാന യുദ്ധം നടക്കുമ്പോൾ ന്യൂക്ലിയർ ബോംബൊക്കെ വരുമ്പോൾ നമുക്ക് ഊഹിക്കാനുള്ളത്, ഇലക്ട്രിസിറ്റി അനുസരിച്ചാണല്ലോ എല്ലാം നടക്കുന്നത്. ഒന്നുമില്ല, നമ്മള് ശിലായുഗത്തിലേക്ക് പോകും ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും. അങ്ങനെ വരുമ്പം ഗ്യാസിലും പെട്രോളും ഒന്നും കിട്ടാതെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വരുമ്പം ചിലപ്പം കുതിരയെ തന്നെ കുതിരയൊക്കെ ആയിരിക്കും അന്ന് വരാൻ പോകുന്നത്, നമുക്കറിയത്തില്ല. ഇപ്പൊ ഇത് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അതിനെ കുറിച്ച് വേസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഞാൻ എന്റെ പുസ്തകത്തിൽ ഞാൻ അതിന് ഒത്തിരി ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു കമന്ററി നോക്കുകയാണെങ്കിൽ, ഞാൻ 79 മുതൽ വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്ന ആളാണ്. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ കമന്ററികളും ഉണ്ട്. ഞാൻ എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ 100,000 പേര് 100 അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമുക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, ഫണ്ടമെന്റൽ ഉപദേശങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തില് കൂടുതൽ പിന്നെ അത് കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ചില നല്ല യൂട്യൂബിലൊക്കെ പോയാൽ, ഗൂഗിളിലൊക്കെ പോയാൽ
നേരത്തെ പറഞ്ഞ പോലെ ഇരുവായ്ത്തലുള്ള വാള് പോലെയാണ്. അത് നല്ലൊരു സൈറ്റ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ godquestions.org അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം അറിയാം. ഓക്കെ. അപ്പം എത്ര പേർക്കറിയാം? സൗകര്യമാരെ അത് നോക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് .org ആണ് അതിന്റെ പേര്. അപ്പൊ ഞാനത് ഏകദേശം നമ്മുടെ ആ ഉപദേശങ്ങളോട് ഉള്ള താതാത്മ്യമുള്ള ആൾക്കാരാണ്. 98% ഞാൻ അതിനോട് യോജിച്ചാണ്. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞ് കുഞ്ഞുമോള് ആരെങ്കിലും ആ വെബ്സൈറ്റ് എന്നിട്ട് ബാക്കിയുള്ള സൗകര്യമാർക്കും അത് കണ്ടിട്ട് സംശയമുള്ളപ്പോൾ അവിടെ പോയി നോക്കാൻ പറ്റും. അതുകൊണ്ട് അത് നമ്മൾ ഇത് അങ്ങനെയുള്ള സൈറ്റ് അല്ലാതെ വേറെ പോയാൽ പല പല കാര്യങ്ങളാണ്. പിന്നെ ഈ 9ാം അധ്യായത്തിലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അവിടെ ഈ പ്രകൃതി പല വികൃത ജീവികളെയാണ് നമ്മൾ കാണുന്നത്. ഡിമോണിക് ഈ വെട്ടുക്കിളി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന വെട്ടുക്കിളി പോലല്ല. ഇതിലേക്ക് കുതിരകളെ പോലെ ഉള്ള തലയിൽ സ്വർണ്ണക്കിരീടം, മനുഷ്യനെ പോലുള്ള മുഖം, ഇങ്ങനെയുള്ള ആദ്യ 9ാം അധ്യായത്തിലെ ആദ്യത്തെ 5 മാസം വരെ ദണ്ഡിപ്പിക്കാനാണ്, കൊല്ലുവാനല്ല. അപ്പൊ അതെല്ലാം ഡീമനാണ്. ഡിമോണിക് ആരുടെയോ മൈക്രോഫോൺ ഓണാണ്, മ്യൂട്ടല്ല, അതുകൊണ്ട് എനിക്ക് ശബ്ദം കേൾക്കാം. അപ്പൊ ഡീമണ് ഇതുപോലെ ഗന്ധവും ഒക്കെ ഭക്ഷിക്കാനും ഒക്കെ ടാങ്കിന് തന്നെയല്ല, പ്രത്യേക സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കും. പിന്നെ ഈ 9ാം അധ്യായത്തില് ഒരു പറഞ്ഞതുകൊണ്ട് 14-15 മുതൽ ഒന്ന് വായിച്ച് ഒന്നുകൂടെ അതിന്റെ കൺക്ലൂഷനായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചതിനുള്ള ബന്ധത്തില് വാക്യങ്ങൾ 9 വെളിപ്പാട് 9-14 മുതൽ 15 വരെയുള്ള 15-16 യൂഫ്രട്ടസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. അത് മതി, താങ്ക് യു. അപ്പൊ ഇവിടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട മറ്റേ സ്ഥലത്ത് ആദ്യ വാക്യങ്ങൾ കണ്ട 5 മാസത്തേക്ക് പീഡിപ്പിക്കുകയായിരുന്നു. ഇവിടെ കണ്ട 1/3 ആൾക്കാരെ കൊല്ലപ്പെടുമെന്നാണ്. അപ്പൊ ഈ 4 ദൂതന്മാരുടെ മിനിസ്ട്രി എത്ര നാളത്തേക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ അത് എഴുതിയിരുന്ന ഒരു വർഷം അത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഒന്നുകൂടെ വായിച്ചേ. നവർ അത് എത്ര സമയമാണ്? അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളത്? ഇന്ന കൊല്ലുവാൻ ഇന്ന ആണ്ട, മാസം, ദിവസം, അതെത്ര എത്ര 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 ടൈം ഫ്രെയിമാ? 391. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ 4 ഏഞ്ചൽസിന്റെ മിനിസ്ട്രി ഉണ്ടല്ലോ, ഈ പീരീഡ് 13 മാസവും 1 ദിവസവും 1 മണിക്കൂറുമാണ്. 13 മാസം. ഒരു വർഷമെന്ന് ആ യഹൂദ കാലണ്ടറിൽ അന്ന് പറയുന്നത് 30 ദിവസം, 360 days, 30 days to a year. 30 days to a month times 12, 360. പിന്നെ ഒരു മാസം എന്ന് പറയുമ്പോൾ 390, പിന്നെ ഒരു ദിവസം 391. അത്രയും സമയമാണ് ഈ 4 ദൂതന്മാരുടെ മിനിസ്ട്രി അവിടെ കാണിക്കുന്നത്. പിന്നെ വേറൊരു സംഗതി ഉണ്ട്. ഇവിടെ 200 മില്യൺ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഉടനെ ജമ്പ് ചെയ്യുന്നത് വേറൊരു പ്രയാസമുള്ളത്, ഈ 16ാം അധ്യായത്തിലും 200 മില്യന്റെ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈയിടെ ഒരു എഴുതിയ പുസ്തകമുണ്ട്, പുതിയ നിയമസഭ ജെറുസലേം ടെമ്പിളിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാല് ഈ മാളികമുകളിലാണുള്ള എല്ലാ കമന്ററികളും എഴുതിയിരിക്കുന്നത്. പക്ഷെ മാളികമുകളിൽ സംഭവം നടന്നുകൊണ്ട് ഉടനെ മാളികമുകളിലാണ് ബാക്കി നടന്നുള്ള അങ്ങ് വലിയ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞു ബാക്കി എല്ലാവരും ഫോളോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 200 മില്യൺ കണ്ടു. പക്ഷേ 16ാം അധ്യായത്തിൽ 200 മില്യൺ കണ്ടു. പക്ഷെ 16ാം അധ്യായത്തിലെ 200 മില്യന് ഒരു വ്യത്യാസമുണ്ട്. അത് അർമഗദോൻ യുദ്ധം, അവസാനത്തെ യുദ്ധമാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ദ കിങ്സ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കേ രാജാക്കന്മാരാ. ഇവിടെ ഇത് പറയുന്നിട്ടില്ല. പിന്നെ കിഴക്കേ രാജാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല, അർമഗദോനുമാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ
ഇങ്ങനെ നൂറ് അഭിപ്രായങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ നമ്മൾ ഉപദേശം പഠിക്കുന്നതിന് ഇത് അതും ഇതും രണ്ടാണെങ്കിലും ഒന്നാണെങ്കിലും നമുക്ക് വിഷയമല്ല. അതുപോലെ തന്നെ 144,000 പേര് വെളിപ്പാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഉണ്ട്. പല പണ്ഡിതന്മാരും രണ്ടും രണ്ടാണ്. ഏതാണ്ട് നമുക്കിതൊന്നും വിഷയമല്ല. അത് ഡീറ്റെയിൽസ് അത് ക്ലിയർ ആയിട്ട് വേദോസ്തയിൽ പറയാത്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞതാണ്. 16-ലെ 200 മില്യനും ഈ 200 മില്യനും സെയിം ആണെന്ന് തോന്നുന്നില്ല ഇത് വായിച്ചിട്ട്. അതിപ്പോൾ യൂഫ്രാട്ടീസിലെ അവിടുന്ന് ഒഴിച്ചുവിടുമ്പം വരുന്ന ഡീമോണിക് പിന്നെ ആൾക്കാരുമായിട്ട് ഡീമൺ പൊസസ്ഡ് ആൾക്കാരുമായിരിക്കാം. ഇപ്പം തന്നെ 8 ബില്യൺ ആൾക്കാർ ഭൂമിയിലുണ്ട്. 8 ബില്യൺ. അപ്പം ഇത് പെട്ടെന്ന് കുറച്ച് വർഷത്തിന് മുമ്പ് 7 ബില്യൺ ആയിരുന്നു. 10-11 ആകും ബില്യൺ ആകും. അപ്പം 200 മില്യൺ എന്ന് പറയുന്ന ഒന്നും വലിയൊരു പ്രയാസമുള്ള സംഗതി ഒന്നുമല്ല അങ്ങനെ വരുന്നതിന്. അപ്പോൾ ആ അവസാന യുദ്ധത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞത് മനസ്സിലാകേണ്ടത് ഈ 3.5 കൊല്ലം എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യന് അതാണ് മഹാപീഡനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പരമ്പര തമ്മിലെ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, ഒരു സ്വസ്ഥതയില്ല, ഒരു മിനിറ്റില്ല. ഒരു കാര്യം കഴിയുന്ന ഉടനെ അടുത്തത് തുടങ്ങി കഴിയുകയാണ്. ഒരു ബാധ കഴിഞ്ഞ ഉടനെ അടുത്ത ബാധ തുടങ്ങുകയാണ്. കണ്ടിന്യൂസ് ആയി ഞാൻ ഒരു മാലപ്പടക്കം പോലെയാണ് അവിടുത്തെ മഹാപീഡനത്തെ കുറിച്ച് കാണുന്നത്. അപ്പം 9-ാം അധ്യായത്തെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പൊ അവര് തീയും കത്തും, അവർ പ്രത്യേക ജീവികൾ, അവർക്ക് ഇതുപോലെ പിന്നെ സൂപ്പർ നാച്ചുറൽ ഇതുകൊണ്ട് ആ നിലയിൽ ചെയ്യാൻ കഴിയും. പിന്നെ ന്യൂക്ലിയർ മിസൈൽ ആയിരിക്കാം, ഇപ്പോഴത്തെ ടാങ്കിൽ നിന്നുള്ള കാര്യമായിരിക്കും, ആന്റി മിസൈൽ ടാങ്ക് ആയിരിക്കും, ആന്റി ടാങ്ക് മിസൈൽ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും അതിനോട് കൊണ്ടുവച്ച്. അത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനിയും 9-ലെ വല്ലതും ക്ലിയർ ചെയ്യാനുണ്ടോ? ഇല്ല, 10-ാം അധ്യായത്തിലേക്ക് പോകാം. എന്നാ 10-ാം അധ്യായം വായിക്കുക. ആരെങ്കിലും ഒരാളങ്ങ് വായിച്ചു. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിയും നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കയ്ച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇവിടെ ദൂതനും ഒരു തുറക്കപ്പെട്ട പുസ്തകമാണ് നമ്മൾ കാണുന്നത്. ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ 6-ാം കാഹളത്തിനും 7-ാം കാഹളത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് സമാനമായിട്ട് ഇതുപോലെ ഈക്വലന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കാര്യങ്ങൾ. 6-7 മുദ്രകൾക്കിടയിലും 6-7 കലശങ്ങൾക്കിടയിലും നാം നേരത്തെ പഠിച്ച ഒരു ഗ്യാപ്പുണ്ട്. അതാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ദൈവിക നിയമങ്ങളെ ഇത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് സൈമൺ സാറിന്റെ ഒരു പാട്ട് ഓർക്കുന്ന, കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നുന്ന സൂര്യശോഭ കാണും. കാർമേഘത്തിന്റെ ഇടയിലെ മിന്നുന്ന നക്ഷത്രം പോലെ ഈ അധ്യായം നമുക്ക് ആശ്വാസവും പ്രത്യാശയുമാണ് തരുന്നത്. ഈ അന്ധകാരത്തിന്റെ മധ്യത്തിലും
ആ ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും ദൈവമക്കളിലേക്ക് പകരുന്നതാണ്. ഈ അധ്യായം 2 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ആദ്യം നമ്മുടെ കണ്ണുകൾ യേശു ക്രിസ്തുവിലും പിന്നീട് അപ്പസ്തലനായ യോഹന്നാനിലുമാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് കുളിർമ നൽകുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ബലവാനായ ദൂതൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നിങ്ങൾ 10 കമന്റർ നോക്കുകയാണെങ്കിൽ 10 അഭിപ്രായമായിരിക്കും. ചിലർ പറയും മിഖായേലാന്ന് പറയും, ചിലർ പറയും ഗബ്രിയേലാണെന്ന് പറയും, വേറെ ഒരു ശക്തിയേറിയ ദൂതനാണെന്ന് പറയും. പക്ഷെ എന്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ ബേസിൽ ഞാൻ പ്രസ്താവിക്കുന്ന ഇതാണ്: ലോകത്തിലെ സകല പ്രശ്നങ്ങളും ഉത്ഭവിച്ചത് മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. വിശ്വാസികൾക്ക് പോലും പലർക്കും അറിയാത്ത മൂലമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈയിടെ ഞാൻ ഈ ലേറ്റസ്റ്റ് ഇറക്കിയ പുസ്തകം ക്രിമേഷനെ കുറിച്ചാണ്. ചിലർ നാട്ടിൽ ഇവിടെയും പറയുന്നത് ക്രിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഉയർത്തെഴുന്നേക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ ജോൺ ഹസ് വൈക്ലിഫിനെ ഒക്കെ കത്തോലിക്കര് അന്ന് മധ്യ സമയത്ത് അവിടെ ആ സമയത്ത് ചുട്ടുകൊല്ലുകായിരുന്നു. അതുപോലെ കാൽവിന് അനുമതിയോടെ സെർവസ്റ്റസിനെ ചുട്ടുകൊല്ലുകായിരുന്നു. അവര് ഉയർത്തെഴുന്നേൽക്കുകയില്ല. അപ്പം ദൈവത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ വേദോത്സവം പഠിച്ചാൽ അത് ശരിയായി പോവുകയില്ല. അത് അധികം അത് പ്രസ്താവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുമൂലമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും പലവിധ നമ്മുടെ ചടങ്ങുകൾ, പല മതങ്ങളും രാവിലെ മുതൽ വയ്യോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ ലക്ഷണങ്ങൾ നോക്കുക. 1-ാം തീയതി ആരാ കയറുന്നത്, ഇന്നാരെ കണ്ടാല്. അതുകൊണ്ട് ജീവിതം സുഖമാകില്ല, ജീവിതം നരകതുല്യമായി തീരുക. ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ബൈബിളിൽ വിശ്വസിക്കുന്ന യഹൂദനും ക്രിസ്ത്യാനിയും ആളുമാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ ഇപ്പൊ ഈ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെലഫോണും സിസ്റ്റവും വാട്സാപ്പും എല്ലാം തന്നെ ബൈബിളിൽ വിശ്വസിക്കുന്ന യഹൂദനും ക്രിസ്ത്യാനിയും കണ്ടുപിടിച്ചതാണ്. ഈ ദൂതൻ ഒരു സാധാരണ ദൂതനല്ല. ഈ താഴ്ത്തപ്പെട്ടവനാണെങ്കിലും മഹത്വപ്പെട്ടവനാണ്. ഒരിക്കൽ അവൻ ആകാശവിധാനത്തിൽ മഴവില്ലിനെ ഉയർത്തി, അത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ അവൻ മഴവില്ലിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് കാണുന്നത്. അവൻ മഴവില്ലിനെ ധരിച്ചിരിക്കുന്നു, സൂര്യപ്രഭ പോലെ അവന്റെ മുഖം ശോഭിക്കുന്നു. ഒരു ദൂതന്മാർക്കും പ്രകാശമൊക്കെ ഉണ്ട്, എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് ആ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അതേ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കാണുന്നത്. അവൻ മേഘം ഉടുത്തു. മേഘം ഏഞ്ചലിനും മേഘം ഉടുക്കാറുണ്ട് ക്ലൗഡില്, എന്നാൽ വ്യത്യാസമുണ്ട്. ദൈവമഹിമയുമായിട്ടാണ് ഈ ബന്ധത്തിലാണ് ഈ മേഘത്തെ നമ്മൾ വേദോത്സവത്തിൽ മുഴുവൻ കാണുന്നത്. എവിടെ ഉണ്ടോ അവിടെ പുറപ്പാട് പുസ്തകം 14:19 മുതൽ ഏതാനും വാക്യങ്ങളൊന്ന് വായിച്ച്, അവിടെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പ്രയാണം ചെയ്തപ്പോൾ ആരാണ് അവരെ വഴി നടത്തിയെന്നുള്ളത് നിങ്ങൾക്ക് അതേ കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ആരാ വഴി നടത്തിയെന്നുള്ളത്? അവരെങ്ങനെയായിരുന്നു? അത് ഏത് രീതിയിലായിരുന്നു? രാത്രി അഗ്നിത്തൂണും. ഇത് വായിച്ചാട്ടെ. പുറപ്പാട് 14:19 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. 14. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അതവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ മതി. പിന്നെ ഇത് വായിച്ചപ്പോ ഇതിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതി, എത്ര ലക്ഷം പേരായിരുന്നു യാത്രയൊക്കെ ഉണ്ടായിരുന്നത് അവിടെ മരുഭൂമി പോയതില്? അവിടെ 6 മില്യൺ പറയുന്നത്. 6 ലക്ഷം പുരുഷന്മാരും
അപ്പൊ ഒരു 2 to 3 മില്യൺ എന്ന് വേണേ പറയാം. അപ്പൊ ഇവിടെ ഞാൻ ഒരിക്കല് ഇവിടെ കൊളോണിയൽസിൽ പണ്ട് 10-30 കൊല്ലത്തിന് മുമ്പ് ബൈബിൾ സ്റ്റഡിക്ക് പറയും, നമ്മളിത് ഈ വായിക്കുമ്പോഴെല്ലാം കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഞാന് അന്നേരം അവിടെ പറഞ്ഞു, ഈ മേഘസ്തംഭം എന്തിനായിരുന്നു ബൈ ദ വേ? മേഘസ്തംഭം ഈ തണലിന് വേണ്ടി. അപ്പൊ അഗ്നി സംഭവം രാത്രിയിൽ വെട്ടം കൊടുക്കാനായിട്ട്, വെളിച്ചം. അപ്പൊ ഈ മരുഭൂമി നിങ്ങൾക്കറിയാം, അവിടെ ഭയങ്കര ചൂടാണ് മരുഭൂമി, പകല്, രാത്രി ഭയങ്കര തണുപ്പുമാണ്. അപ്പൊ ഞാൻ അവിടെ ചാപ്പിൽ അന്ന് പറഞ്ഞ ഒരു ഇതാണ്, എന്റെ ഒബ്സർവേഷനില് സെൻട്രൽ എയർ കണ്ടീഷൻ ഹീറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. രാത്രിയില് വെട്ടവുമുണ്ട്, അതുകൂടാതെ ആ പുതപ്പൊന്നും ഇല്ലാതെ നല്ല കുളിര്, നല്ല സുഖത്തോടു കൂടെയുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പകല് ആ മരുഭൂമിയിലെ ഇതിന് നല്ല എയർ നമ്മുടെ 70 ഡിഗ്രി സൂര്യനൊക്കെ ഉള്ള 70 ഡിഗ്രി പോലെ മന്ദമായിരുന്നാൽ, പിന്നെ വേറൊരു ചിന്തിക്കേണ്ട, ഇത്രയും പേര് ഇത്രയും 2 ലക്ഷം പേര് നമ്മുടെ ശരീരം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ അപ്പോൾ സെൽഫ് ക്ലീനിങ് ആയിരുന്നു. അവിടെ കുളിക്കാനോ ഉള്ള സൗകര്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? അത് ചിന്തിച്ചു നോക്കിയാൽ അപ്പോൾ തന്നെ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഒരാഴ്ച ചെയ്യണമെന്നല്ല, ഇമാജിൻ ചെയ്താൽ ഒരാഴ്ച പല്ല് തേക്കാതെയും കുളിക്കാതെയും ഒന്നിരുന്ന് നോക്കി, അന്നേരം അറിയാം നമ്മുടെ ശരീരം എത്രയോ വൃത്തികെട്ടതാണ്. അപ്പൊ സൈമൺ സാർ അതുകൊണ്ടാണെന്ന്, സൈമൺ സാറിന് ഇതെല്ലാം ഈ സയന്റിഫിക് കാര്യങ്ങൾ അറിയുന്നു. ഭൂതിഗന്ധം നിറയുമേ ദേഹം തകർന്നിരുമേ, പുത്തനായ ശരീരത്തെ ദത്തം ചെയ്യുന്ന നായകൻ. അപ്പം ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരം തകർന്ന് പുതിയ ശരീരം വരും. അപ്പൊ അവിടെ ഇത്രയും 25 ലക്ഷം പേർക്ക് അവിടെ യാത്ര ചെയ്യുവാന് അവര് ആ ഡിയോഡറന്റോ ഇതൊന്നും ഇല്ലാതെ അതുപോലെ സെൽഫ് ക്ലീനിങ് വസ്ത്രങ്ങൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. ചെരുപ്പ് പോലും തേഞ്ഞായിട്ട് വായിക്കുന്നുണ്ടോ? അതുപോലെ വസ്ത്രം തന്നെ, അത് വേറൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ആ അത്ഭുതം അതാണ് പറഞ്ഞത്. നമ്മൾ വേദോത്സവം വായിക്കുമ്പോൾ നമ്മൾ ഇത് ധ്യാനിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഉൽപ്പത്തി മുതൽ ഒരുപാട് പേരെ മനസ്സിലാക്കും. അത് നമ്മൾ വായിച്ചു പോകും. അവിടെ ദൈവം അവരെ വഴി നടത്തി അഗ്നിസംഭവം. പിന്നെ ഇത് ഞാൻ പറയുമ്പോൾ സെൻട്രൽ എയർ കണ്ടീഷനായിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിരുന്നു ജീവിതം. ആ നിലയിൽ അവരെ കൊണ്ട് എല്ലാം ക്ലീനിങ്ങും സെൽഫ് ബോഡി ക്ലീനിങ്ങും ആയിരുന്നു. മൗത്ത് വാഷും ഒക്കെ ഇല്ലാതെ തന്നെ ദുർഗന്ധങ്ങളും എല്ലാം അതെല്ലാം ടേക്ക് കെയർ ചെയ്യും ദൈവം. അതാ എല്ലാം നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാൻ മതിയാവനാണ് സന്ദർഭം അനുസരിച്ച്. അതാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക. ഞാൻ അതിന്റെ ഇടയ്ക്ക് സബ്ജക്റ്റിൽ നിന്ന്, പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുമായിട്ട് ഈ ക്ലൗഡുമായിട്ട് ഉള്ള ബന്ധത്തിലാണ്. When Solomon installed the Ark of the Covenant in the temple, the place was filled with the cloud. ശലോമോന്റെ ദേവാലയത്തില് ദൈവത്തിന്റെ ആ മഹിമയെ കാണിക്കാനുള്ള അവിടെ ക്ലൗഡ് കൊണ്ട്, മേഘം കൊണ്ട് നിറഞ്ഞായിട്ട് വായിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:10 വായിക്കേണ്ട സമയം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഈ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് വായിക്കേണ്ട ഒരു 1 രാജാക്കന്മാർ 8:10 അത് കാണാം. പിന്നെ 2 ക്രോണിക്കൽ 2 ദിനവൃത്താന്തം 5:14 കാണാം. പിന്നെ എസെക്കിയേലിന്റെ അവിടെ കാണുന്നത്, പിന്നെ ഈ ടെമ്പിൾ നശിക്കുന്നതിന് മുമ്പ്, ദേവാലയം നശിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആ തേജസ് അവിടുന്ന് പോകുന്നത് കണ്ടതായിട്ട് ആലയം വിട്ടു പോകുന്നു. താങ്ക് യു. എസെക്കിയേൽ 10:4-5 വാക്യങ്ങൾ വായിച്ചാൽ, അതിപ്പം വായിക്കണ്ട, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം യേശുക്രിസ്തു പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും മേഘത്തിലല്ലേ പോയത്? അവിടെ കാണുന്നുണ്ട്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായിട്ട് ഇനിയും വരുമെന്നാണ് പറയുന്നത്, മേഘവുമായിട്ട്. അപ്പൊ ഇവിടെ ഈ ഞാനിവിടെ പറഞ്ഞതിന്റെ കാര്യം, ഈ ദൂതന് ആ ഡിസ്ക്രിപ്ഷനാണ് ഇത് കാണുന്നത്, ആ മേഘവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് 1:16 കാണുന്ന, വെളിപ്പാടിന്റെ 1 കാണുന്നത്, ജീസസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹാവിംഗ് ദ ഫേസ് ഷൈനിങ് ലൈക്ക് സൺ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവനാണ്. ഇവിടെയും ഈ ദൂതനും അതാണ് കാണുന്നത്. അപ്പം ഇത് ഇവിടെ നിൽക്കുന്ന ദൂതന്റെ ഒരു കാലം എവിടെ, മറ്റേ കാലം എവിടെ ആയിരുന്നു? ഒന്ന് സമുദ്രത്തിന്മേലും ഒന്ന് ഭൂമിമേലും. അതിന്റെ അർത്ഥം ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ 2 പിന്നെ മൃഗങ്ങൾ വരുന്നുണ്ട്, ഒന്ന് കരയിൽ നിന്നും ഒന്ന് കടലിൽ നിന്നും. ഇത് കാണുന്നത് ദൈവം ഈ ദൂതന് ഈ കടലിന്റെയും കരയുടെയും നാഥനാകുന്നു. കർത്തൃത്വം അവന്റെ കയ്യിലാണ്, അവന്റെ അധീനതയിലാണെന്നാണ് കാണിക്കുന്നത്. അതുകൂടാതെ 6-ാം വാക്യത്തില് ഈ 10:6 അവനൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഓത്ത് ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ ഓത്തെടുക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം യേശുക്രിസ്തു ആണെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലായിരിക്കുന്നത്. അല്ലെന്ന് ആരെയും പറയുകയാണെങ്കിൽ ഞാൻ അതിനൊന്ന് വാദപ്രയോഗത്തിൽ ഇത്
ഇതില്ല. എന്നാൽ ഇതിന്റെ തെളിവുകളാണ് ഞാൻ ഇത്രയും പറഞ്ഞുള്ളത്. 20-9 പ്രാവശ്യവും ഈ ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമത്തില് ഈ ന്യായവിധിയുള്ള ബന്ധത്തില് ഈ മേഘത്തെ കുറിച്ച് കാണുന്നുണ്ട്. റെയിൻബോ അപ്പോൺ ഹിസ് ഹെഡ്. ഇപ്പൊ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, റെയിൻബോ അപ്പോൺ ഹിസ് ഹെഡ്. ഈ ദൂതന്റെ ഇതാണ്. ആൻ എമറാൾഡ് റെയിൻബോ അപ്പിയർഡ് അറൌണ്ട് ഗോഡ്സ് ത്രോൺ. 4:3 അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ റെവല്യൂഷൻ പിന്നെ വെളിപ്പാട് 5:1 ഒരു ബുക്ക് കാണുന്നുണ്ടല്ലോ. ആ ബുക്കും ഈ ബുക്കും നമ്മൾ വ്യത്യാസമുണ്ടോ അതോ സെയിം ബുക്കാണോ എന്തുവാ അതിനെ കുറിച്ച് പറയുന്നത്? ഇവിടെ ദൂതന്റെ കയ്യിൽ ഒരു ബുക്ക് ഇരിക്കുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഈ ബുക്ക് വേറെ ബുക്കാ. അത് ദാനിയേൽ പ്രവചനത്തില് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വേറെയാ ഈ ബുക്ക് എന്നുള്ളത്. ഇത് വേറെ ബുക്കാണ്. ഇത് ഒരു ബുക്കല്ല. അത് പിന്നെ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ പ്രസ്താവിച്ച പോലെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് വേറെ ബുക്കാണെന്നുള്ളതാണ്. ഇതിൽ നിന്ന് ചിലപ്പം ഈ 12-ാം അധ്യായം മുതൽ 22-ാം വരെ അധ്യായമുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ബുക്കിലുള്ളത്. അതേ സമയത്ത് 5-ാം അധ്യായത്തിൽ കാണുന്ന ബുക്കിൽ ചിലപ്പോൾ 1 മുതൽ 11 വരെയുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ 5-ാം അധ്യായത്തിൽ കണ്ട ബുക്കിൽ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും കണ്ട്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ നിന്ന്. അപ്പൊ പ്രപഞ്ചത്തിന്റെ മേലുള്ള ആധിപത്യം അവൻ അവകാശപ്പെടുന്നു. എല്ലാം അവന്റേതാണ്. അവന്റെ കയ്യിൽ ഒരു തുറന്ന പുസ്തകമുണ്ട്. നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ചു മുദ്രയിടുക. ദാനിയേൽ 12:4 അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാവശ്യപ്പെട്ട ആ പുസ്തകം ഇപ്പോൾ അന്ത്യകാലത്ത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ മലർക്കെ തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സകലത്തിന്റെ അവസാനം വന്നിരിക്കുന്നു, ഇനിയും താമസിക്കുകയുമില്ല എന്ന് സകല സൃഷ്ടികളുടെ മേൽ അധികാരമുള്ള ദൂതൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ 7-ാമത്തെ ദൂതന്റെ ശബ്ദം മുഴങ്ങുന്ന സമയത്ത് ദൈവീയ മർമ്മങ്ങൾ നിവൃത്തിയാകും. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരവും മുൻനിശ്ചിത പ്രകാരവും തെരഞ്ഞെടുത്ത പദ്ധതി പ്രകാരവും 7-ാമത്തെ ദൂതന്റെ ശബ്ദത്തിങ്കൽ ദൈവീയ മർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്ന് നമ്മളിപ്പോ അവിടെ വായിച്ചതാണ്. അത് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് തന്റെ രാജ്യം തന്റെ സ്വന്തമാക്കി നീതിയോടെ ഭരണം ഭൂമിയിൽ കാഴ്ചവെക്കുന്ന ഇതുവരെയാണ് ദൈവമർമ്മത്തിന്റെ കാലവിളംബം. അപ്പം ദൈവമർമ്മത്തിന്റെ കാലവിളംബം എന്ന് വരെയാണ് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് എന്നതാ? മില്ലേനിയൽ റെയിൻ. അതെ. അപ്പൊ ആദ്യം മുതല് വേദപുസ്തകത്തിൽ ഈ ദൈവരാജ്യം പ്രാർത്ഥനയുണ്ട്. ലോർഡ്സ് പ്രയർ എന്നും പറഞ്ഞ് കാണാമല്ലോ. നിന്റെ രാജ്യം വരണമേ. അതിനാണ് എല്ലാ മതങ്ങളും അതാണ് പറയുന്നത്. നമ്മുടെ ഇത് ഭാവി കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ കേരളത്തിലാണ് പിന്നെ ഓണത്തിന്റെ സമയത്ത് മഹാബലി പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് പാടുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് പണ്ടുണ്ടായിരുന്നു, പണ്ടിങ്ങനെ വരുമെന്നും പറഞ്ഞാണ്. ഈ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ആണ് പഠിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ മാവേലി നാട് പാടുന്നത് കാലമുള്ള പദ്യം പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ അത്? മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. താങ്ക് യു. പിന്നെ അത്രയും ഒരു മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ ആമോദത്തോടെ വസിക്കാലം ആപത്തങ്ങാർക്കും ഒട്ടുമില്ലതാനും കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം. കള്ളം പറയും ചെറുതാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നല്ലവരല്ലാതെ ഇല്ല പാരൽ. നല്ല മഴ പെയ്യും വേണ്ടുവോളം. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങളുമില്ല. അപ്പൊ ഈ സഹസ്രാബ്ദ വാക്യത്തിലും ബാലമരണമില്ല. ബാലം മരിക്കുകയാണെങ്കിൽ 100 വയസ്സ് ഒരുത്തം മരിക്കുകയാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ ബാലം മരിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇത് പണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞ അയവറക്കുകയാണ് ഈ കഥകളിലെല്ലാം. എല്ലാ സംസ്കാരത്തിലും ഇങ്ങനെ കഥകളുണ്ട്. പക്ഷെ നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിന്റെ നമുക്ക് ഈ രാജ്യം നമ്മൾ പ്രത്യാശയോടെ നമ്മൾ ഇരിക്കുകയാണ്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ഈ പാപവും മരണവും ഓടിപ്പോകുന്ന സബ്ദറ വാഴ്ചയിൽ ദൈവമർമ്മം ദൈവം വെളിപ്പെടുത്തും. ആദ്യ കൊലപാതകം നടന്നത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം കണ്ണുനീരിലും രക്തത്തിലുമാണ് ആലേപനം ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഈ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ അവിടെ പറയുന്നുണ്ട്, 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്, അവിടെ യോഹന്നാൻ പെട്ടെന്ന് എഴുതാൻ ധൃതിയായി. അവിടെ എന്തുവാ പറയുന്നത് 4-ാം വാക്യത്തില്? 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ എഴുതാൻ അത് സമയമായില്ല. അതാണ് പുള്ളി ധൃതി വെച്ച് എഴുതാൻ നോക്കിയപ്പം. അപ്പൊ ഈ ലോകത്തെ സകല ദുഷ്ടരെ കൊണ്ടും അധാർമികത കൊണ്ടും മൂടുവാൻ ദൈവം സാത്താനെ ഈ കാലം എത്രയും അനുവദിച്ചു. ഈ മറവൻ ദൈവജനത്തിനും ഏത് നിരീശ്വരവാദികളും അവിശ്വാസം ദൈവമക്കളെ നോക്കി പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പലരും ചോദിക്കുന്നത്, നിങ്ങൾ പണ്ടുപോലെ പറയുന്നു നിങ്ങളുടെ യേശുക്രിസ്തു വരുന്നു, എന്തിയെ വരുന്നില്ലെന്നും പറഞ്ഞ് പരിഹസിക്കുകയാണ്. അപ്പൊ എന്നാൽ ഇവിടെ പറയുന്നത് അത് പ്രധാനമായിട്ട് ഈ സമയം പോയെങ്കിലും 2 പത്രോസ് 3:3 മുതൽ ഒന്ന് വായിച്ച് സമയം പോകുന്നുണ്ട് പെട്ടെന്ന് പറയാണ്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ബാക്കിയുടെ വായിക്കണോ? നല്ലതായിരിക്കും. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് അന്നത്തെ പൗലോസും പത്രോസും ഒക്കെ വിചാരിച്ചത് നമ്മുടെ കാലത്ത് വരുമെന്നുള്ളതായിരുന്നു. അവര് യേശുക്രിസ്തു 2ാമത് വരുമെന്നായിരുന്നു അവരും പ്രതീക്ഷിച്ചിരുന്നത്. അന്നിപ്പോ 2000 കൊല്ലം കഴിഞ്ഞു. അപ്പൊ പത്രോസിന്റെ പരിസ്ഥാത്മാവിൽ മനസ്സിലായി ഈ പരിഹാസികൾ വന്ന് പരിഹാസിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെ, 1000 വർഷം ഒരു ദിവസം പോലെയുമാണ്. അതുകൊണ്ട് നമ്മളെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹസ്രാബ്ദത്തെ കുറിച്ചാണ്. പക്ഷേ ഒരു പടി കൂടെ പത്രോസ് കടന്നാണ് ഉറപ്പിക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിക്കും അൾട്ടിമേറ്റ് നമ്മുടെ ഇതാണ്. സഹസ്രാബ്ദം 1000 ആണ്ട് കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തുമായിരിക്കും നമ്മുടെ വാസം അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിഹാസികൾ രക്ഷിക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അല്ലാതെ മറന്നു പോയിട്ടല്ല. അതാണ് അവിടെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മനസ്സിലാക്കാനുള്ളത്, ഈ ഏത് സമയത്തും സംഭവിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നടക്കുവാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ കൂടുതൽ ഭക്തിയോടെ ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 7-ാം വാക്യത്തിൽ കാണുമ്പോൾ അവിടെ അനുസരിച്ച് ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അവൻ നൽകിയ സദ്വർത്താനം ഇതാണ്. അപ്പൊ ഈ ഇതിലെല്ലാം നമ്മുടെ രാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തു വർദ്ധനെ കുറിച്ചുമാണ് പ്രവാചകന്മാരെല്ലാം നമ്മളോട് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. 9-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം യോഹന്നാനോട്, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക. ഇത് ദൂതൻ അത് തിന്മാൻ കൽപ്പിച്ചു. അപ്പൊ തിന്മാൻ കൽപ്പിച്ചത് അതിന്റെ അർത്ഥം എന്തുവാ? തിന്നുന്നതിന്റെ അർത്ഥം എന്നതാ? വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാ.
ഓക്കെ. എല്ലാരും നല്ല ഉത്തരം പറഞ്ഞു. വളരെ അപ്പൊ ഇത് ഈ വേദോസ്തത്തിൽ പല കാര്യങ്ങള് പിന്നെ ചിലര് ഇപ്പൊ ഈ ഒരു അലങ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർ ഒരു നിങ്ങളുടെ ബൈബിൾ ഇങ്ങനെ പുസ്തകം എങ്ങനെയാ തിന്നുന്നത് എന്ന് പറഞ്ഞാൽ ആശ്ചര്യമല്ല. അപ്പൊ ഞാൻ വാതിലാകുന്നത് പറയാം, യേശുക്രിസ്തു വാതിലെന്ന് പറഞ്ഞാല് മരം കൊണ്ടുണ്ടാക്കിയ ഒരു വാതിൽ എന്നുള്ള അർത്ഥമല്ലല്ലോ. അപ്പൊ ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണത് ഇത് മധുരവും വയറ്റിൽ കയ്പും അനുഭവപ്പെട്ട എന്നാന്ന് ഓർമ്മയുണ്ടോ? വചനം എപ്പോഴും മധുരമുള്ളതാണ്. എന്നാൽ അകത്ത് ചെന്നപ്പോൾ ന്യായവിധിയും വരുന്നത് കൊണ്ട് കയ്പുള്ളതായിട്ട് യോഹന്നാന് തോന്നി. അപ്പൊ യോഹയുടെ വചനം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും അത് മധുരമുള്ളതാണ്. ഇത് പഴയ നിയമത്തിലും പല സ്ഥലത്തിലുണ്ട്. എസെക്കിയേൽ 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 8 to 10, എസെക്കിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 1 to 3. അപ്പം ഈ ചുരുൾ വായിൽ തേനിന്റെ മധുരം പോലെ പ്രവാചകൻ അനുഭവപ്പെട്ടു. അപ്പൊ ഇവിടെ ന്യായവിധി മൂലമാണ് വയറ്റിൽ ചെന്നപ്പോഴ് അവിടെ കയ്പായിട്ട് തോന്നുക. അപ്പം തിന്നുക പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ജ്ഞാനം രൂപീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിഹാസികള് ഉപരിപ്ലവമായിട്ട് വായിച്ചിട്ട് എങ്ങനെ പുസ്തകം തിന്നുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അലങ്കാരങ്ങളുണ്ട് ബൈബിളില്, ലിറ്ററൽ മീനിങ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കോൺടെക്സ്റ്റ് അനുസരിച്ച് പഠിക്കുക. ഇത്രയുമാണ് എനിക്ക് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ സമയം 9 ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ചെറുപുസ്തകം ദൈവവചനമായിരുന്നല്ലേ, അല്ലേ? അതെ. ഈ അവിടെ നടക്കുന്ന ന്യായവിധിയെ കുറിച്ചുള്ള അവിടെ ബാക്കി നടക്കാൻ പോകുന്ന അവിടെ ബാക്കിയുള്ള മുഴുവൻ കാലഘട്ടത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. അത് ഈ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ, അതായത് രണ്ടാമത്തെ 3.5 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത 3.5 വർഷം നടക്കാനുള്ള ജഡ്ജ്മെന്റിനെ കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അല്ലേ? അതെ, അത് തന്നെയാണ്. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് പറഞ്ഞ ആ വെബ്സൈറ്റിന്റെ ഒന്ന് അതിൽ ഞാൻ ഓൾറെഡി ഇട്ടത്. ഓക്കെ, അപ്രീഷിയേറ്റ് വെരി മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വെൽക്കം. താങ്ക് യു.